നോ താങ്ക്സ് പറയുന്നു. ഓക്കെ. അപ്പൊ താങ്ക് യു. അപ്പൊ എന്തായാലും നമ്മള് 45 ദിവസം കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതേപോലെ നമുക്ക് കൂടേണ്ടതാണ്. അപ്പൊ അതേപോലെ കൂടെയുള്ളവരെ നോക്കുക. നമ്മളെ കൊണ്ട് ഓക്കെ. സൂപ്പർ. ഓക്കെ താങ്ക് യു. താങ്ക് യു. പിന്നെ ആജിയ പറഞ്ഞോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ. എന്റെ താഴെയുള്ളവർ ഒന്ന് രഘുവേട്ടൻ, ഗസ്ന, സനൂജ ചേച്ചി. രഘുവേട്ടൻ കറക്റ്റ് ആയിട്ട് ഒന്നും പറയേണ്ട ആവശ്യമില്ല, വിളിക്കേണ്ട ആവശ്യമില്ല, ഒക്കെ കറക്റ്റ് ആയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആവുമ്പോഴേക്കും ചെയ്തു തരുന്നുണ്ട്. ഇതുവരെയുള്ള ദിവസത്തിൽ നമ്മളിപ്പോ എത്ര ദിവസം, 14 ദിവസം 15 ദിവസം ആയല്ലോ. ആ ഒരു ദിവസം വരെ അവർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എനിക്ക് ഒന്നും പറയാനില്ല. എന്തായാലും രഘുവേട്ട കൺഗ്രാറ്റുലേഷൻ. കറക്റ്റ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പൊ ഗസ്ന ഇന്നലെ ഡേ 1 ആയിരുന്നു. കുറച്ചെന്താ കട്ടായി പോയി തോന്നുന്നുണ്ട്. അതുപോലെ സനൂജ ചേച്ചി ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ വിളിച്ചപ്പോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് വന്നിട്ടില്ല. അപ്പോ ഇനി സ്റ്റാർട്ട് ചെയ്യുമ്പോ അവര് ഡേ 1 ആയിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെയാണ് ഇപ്പൊ പോകുന്നത്. പിന്നെ ഈ 10:30 എന്നുള്ള കാര്യം എന്താ പറയാ, അതിലപ്പുറം നമുക്ക് പോകാൻ പറ്റില്ല. ആ ഒരു സമയമാണ് ലാസ്റ്റ് വരെ. കാരണം നമുക്ക് എന്താ പറയാ 11 മണി വരെയൊക്കെ അല്ലേ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഏറെ ആണെങ്കിലും അപ്പൊ ഒരു 10:30 പറഞ്ഞാലാണ് നമുക്കൊരു 11 മണിയുടെ ഉള്ളിലെങ്കിലും നമുക്കത് ചെയ്ത് തീർത്തിട്ട് ഇതാക്കാൻ പറ്റുക. അപ്പൊ ആ ഒരു സമയം ആണ് ഇപ്പൊ പറ്റുള്ളൂ. അതിലും കൂടുതൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ 10:30 മതി. അപ്പൊ നാജിയുടെ കൂടെ ഉള്ളവര് പറയണത് എന്താണ് ചെയ്യാൻ പറ്റാത്തത്, എന്താ അവർക്ക് റീസൺ എന്താ ചെയ്യാൻ പറയാ? പറ്റായിട്ടില്ല. അവർക്ക് എന്താ പറയാ ഇപ്പൊ ഗസ്നനെ സംബന്ധിച്ചിട്ട് അവർക്ക് ഫോണ് 3 പേർക്കും കൂടി ഒരു ഫോണുള്ളൂ. അതുകൊണ്ടാണ് അവർ ടൈം എടുക്കുന്നത്. 3 പേരും ചെയ്തയക്കേണ്ടതല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ചെയ്യുന്നുണ്ട്. പക്ഷെ കറക്റ്റ് ആയിട്ട് എന്താ പറയാ ലിങ്ക് വൈകണമെന്നുള്ളൊരു കുഴപ്പം മാത്രമേ അവരുള്ളൂ. എന്താ പറയാ ചേച്ചി, ഞാൻ ഇന്നലെ സതീഷേട്ടനെ വിളിച്ചപ്പോ കിട്ടി. അപ്പോഴാണ് അവര് പറഞ്ഞത് ചെയ്തിട്ടുണ്ട്. മിനിഞ്ഞാന്ന് വിളിച്ചപ്പോഴും ചെയ്തിട്ടുണ്ട്, ലിങ്ക് വരും എന്ന് പറഞ്ഞു. പക്ഷെ ലിങ്ക് വന്നിട്ടില്ല. എന്തുകൊണ്ടാണെന്നുള്ളത് അറിയില്ല. ഇന്നലെ ഞാൻ രാത്രി 2 വരെ ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് വീഡിയോ രൂപത്തിൽ ചെയ്യണോ അല്ലെങ്കിൽ കൊളാജ് ചെയ്ത് ചെയ്യണോ. അപ്പൊ വീഡിയോ രൂപത്തിൽ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പൊ അതല്ല, എനിക്ക് ടൈം ഒരുപാട് പോകുന്നുണ്ട് എന്ന് വരുമ്പോ നമുക്ക് കൊളാജ് ചെയ്ത് ചെയ്യാനാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണോ, ഒരു 5 മിനിറ്റ് മതി. അറിയാലോ, ഇപ്പൊ അതെ നാജിയൊക്കെ ചെയ്യണ അറിയാവുന്നല്ലേ. ഇൻഷോട്ടില് കൊളാജ് എടുത്തിട്ടുണ്ടെങ്കിൽ 6 ഫോട്ടോ ഒരുമിച്ചാക്കിയിട്ട് ഒരു പാട്ട് ഒരു സെറ്റ് ചെയ്തേനാ നമ്മളെ പരിപാടി കഴിഞ്ഞ് അത് അവിടെ സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ മതി. മറ്റേ വീഡിയോ ആകുമ്പോൾ ഓരോന്ന് എടുത്ത് കൊണ്ടുവന്ന് നമ്മൾ വീഡിയോ സെറ്റ് ആക്കാനുള്ള ടൈം എടുക്കുമെന്ന് ഓർക്കാം. ഇങ്ങനെയാണെങ്കിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് ഏറ്റവും പെട്ടെന്ന് ഒരു ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇത്. അപ്പൊ അതിലെന്താണ് അഭിപ്രായം, എങ്ങനെയാണ്? അതിപ്പോ നമ്മൾ ഇന്നലെയല്ലേ പറഞ്ഞത്. ഒരുപക്ഷെ ഞാനിപ്പോ ഇന്നലെ അങ്ങനെയാണ് ചെയ്തത്. നമ്മളെ ഫോട്ടോ വെച്ചിട്ടാണ് ഞാനിത് ഇട്ടത്. കാരണം ഇന്നലെ നമ്മൾ ഒരുപാട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ടൈം വൈകിയപ്പോ പെട്ടെന്ന് അങ്ങനെയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പൊ നമ്മളത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ഓപ്ഷനായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതങ്ങനെ അവര് ചെയ്തോളും. പിന്നെ ഇനിയിപ്പോ നമുക്ക് ഇത്രയും ദിവസം എന്നെ സംബന്ധിച്ചിട്ട് ഇപ്പൊ ഇതൊരു ഹാബിറ്റ് ആയിട്ട് മാറി. നമ്മള് എനിക്ക് നമ്മളിപ്പോ ആദ്യം ഇത് ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമുക്ക് വേണോ വേണ്ടേ ഇത് നിർത്തണോന്ന് വരെ എനിക്ക് തോന്നിയ സമയം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്നും അത് നമ്മളിത് ഓട്ടോമാറ്റിക്കലി ചെയ്ത് പോവുകയാണ്. നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് വിളിച്ചിട്ട് ഒന്നില്ലെങ്കിൽ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് പറയാ, അല്ലെങ്കിൽ ബിസിനസിനെ കുറിച്ചിട്ട് പറയാ, പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സമയമാണെങ്കിൽ അപ്പൊ നമുക്ക് ഏത് സമയവും നമുക്കിത് തീർക്കണം എന്നുള്ളൊരു മൈൻഡ് വന്നിട്ടുണ്ട്. ആ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ബിസിനസ്സിൽ മാറ്റം വന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിട്ട് ക്ലബിലേക്കൊന്നും അധികം ആളൊന്നും വന്നിരുന്നില്ല. ഇപ്പൊ ഡെയിലി 1-2 ആള് കുറഞ്ഞത് വന്ന് കയറി ഇറങ്ങി പോകുന്നുണ്ട്. റീറ്റെയിൽ എടുത്തവരുണ്ട്. പിന്നെ PC ഇന്ന് ഒരാള് PC ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. അതിനുള്ള മാറ്റങ്ങൾ നമ്മുടെ ബിസിനസ്സിലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ പറയാ ഹെൽത്തിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ കൂടിയും അതിനൊരു കറക്റ്റ് ആയിട്ട് നമ്മൾ കുറെ ബാഡ് കലോറിയും കയറ്റുന്ന ഒരു സിസ്റ്റം വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ കുറച്ച് മാറ്റം വന്ന് നമുക്കും നമ്മുടെ ഹെൽത്ത് സൂക്ഷിക്കണം, നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതല്ലേ കൂടെ അങ്ങനെയുള്ള ഒരു മാറ്റം വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കഴിക്കുമ്പോഴും ഒരു പേടിയുണ്ട് മുന്നില്. പിന്നെ പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും ട്രൈസലാഡ്സ് ഒക്കെ കുറെ പൊട്ടിച്ചു വെക്കും. അത് കഴിക്കുന്നതൊന്നും ഒരു കറക്റ്റ് ആയിട്ടൊന്നും ആയിരുന്നില്ല. അപ്പൊ നമുക്ക് ഫോട്ടോ എടുക്കണം അല്ലെങ്കിൽ ഇത് കഴിക്കണം എന്നുള്ള ആ ഒരു ചിന്തയൊക്കെ പൊട്ടിച്ചു വെച്ചതും കഴിക്കണം എന്നുള്ള ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട്. മറ്റേ നമ്മള് ഷെയ്ക്കും ഫ്രഷ് ഒക്കെ കറക്റ്റ് ആയിട്ട് എടുക്കും. ട്രൈസലാഡ് അവിടെ കറക്റ്റിന് കഴിക്കില്ല. എന്റെ ശീലം പറയാൻ കേട്ടോ. രാവിലെ കഴിച്ചാൽ പിന്നെ ഉച്ചക്കില്ല, രാത്രി ഇല്ല, അങ്ങനെയൊക്കെയാണ്.
അങ്ങനത്തെ ഒരു ഇപ്പൊ അതിൽ +45 ചെറിയ കൊണ്ട് മാറ്റങ്ങൾ നമുക്ക് മാറ്റമുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഒരുപാട് മാറ്റമുണ്ട്. ഒരുപാട് നമുക്ക് നമ്മളിൽ തന്നെ ഫീൽ ആവുന്നുണ്ട്. ഉണ്ട്. അപ്പൊ കൂടെ ഉള്ളവരെ കുഴപ്പമില്ല. നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമല്ലോ, മുമ്പോട്ട് നയിക്കാൻ പറ്റുമല്ലോ തീർച്ചയായിട്ടും അല്ലേ? പിന്നെന്താ അവരെ നല്ല രീതിക്ക് തന്നെ കൊണ്ടുപോകാൻ പറ്റും. എന്താണ് അവര് എന്താണ് ഇപ്പൊ ഇവര് രണ്ടുപേരും ഗസ്ന ഇന്നലെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഡേ 1. ഇനി അവളിന്ന് ഡേ 2 ആയിട്ട് ചെയ്യുമായിരിക്കും. ചേച്ചി ഇന്ന് ഡേ 1 ആയിട്ടുണ്ടാവും. പിന്നെ രഘുവേട്ടൻ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഞാനും എന്റെ ഇത്രയും ദിവസം 14 ദിവസം ഇന്നലെ കഴിഞ്ഞ 15 ദിവസമായി. ഇനിയിപ്പോ അത് കറക്റ്റ് ആയിട്ട് 45 ഡേയ്സ് തന്നെ കംപ്ലീറ്റ് ആക്കും. അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ നമുക്ക് FBS പ്രോഗ്രാം വരുന്നുണ്ട് കൊച്ചിയിൽ വെച്ചിട്ട്. അന്നത്തെ ദിവസം ഇതിപ്പോ നമ്മൾ അക്കാദമിക്ക് വരും പോലെ അന്നത്തെ ഒരു ദിവസം നമുക്ക് എക്സ്ട്രാ എടുത്തിട്ട് ചെയ്യാതെ. ചെയ്താൽ മതി, ട്രെയിനിങ് അല്ലേ, അത് അങ്ങനെ തന്നെ ചെയ്താൽ മതി, കുഴപ്പമില്ല. ഓക്കെ. നമ്മൾ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ പോലെ തന്നെ കുഴപ്പമില്ല. ചെയ്യാം. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്നതാണ്. എന്തായാലും 45 വേറെ ഡേയ്സ് സജഷൻസ് കംപ്ലീറ്റ് ഒന്നുമില്ല. ചെയ്യും. ഓക്കെ ഓക്കെ. ഇനി അടുത്ത കോർഡിനേറ്റർ ആരെങ്കിലും ഉണ്ട്? ഷിബിൻ ചേട്ടൻ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ എന്താണ് ബാക്ക് പെയിനും കാര്യങ്ങളായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ട് ഡേ 1 ആയിട്ട് ജോയിൻ ചെയ്യും. ഷിബിൻ ചേട്ടൻ ഇനി എപ്പോഴാണ് ആക്റ്റീവായിട്ട് വരാൻ പറ്റണത്? ഞാൻ ഇപ്പൊ ഇന്ന് ഡോക്ടറെ അടുത്ത് പോകുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞ പോലെ റെസ്റ്റ് നോക്കിയിട്ടേ. ഒരു 2 ഡേയ്സ് ഓക്കെ ആണോ? 2 ഡേയ്സ് കഴിഞ്ഞാല്. ഓക്കെ. അപ്പൊ അതുവരെ ആണെങ്കിൽ ഞാൻ ആ 2 ദിവസം ഞാൻ തന്നെ നോക്കാം, കുഴപ്പമില്ല. ഓക്കെ. അത് കഴിഞ്ഞ് നമുക്ക് ആക്ടിവിറ്റിയിലോട്ട് വരാലോ. അപ്പൊ ഷിബിൻ ചേട്ടന്റെ 3 പേരെ ആ 2 ദിവസം ഞാൻ തന്നെ ടേക്ക് കെയർ ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ. പിന്നെ സൗമ്യ കേറിയിട്ടുണ്ടോ? സൗമ്യ കേറിയിട്ടില്ല. സൗമ്യ വർക്കിലാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ ഇനി ചലഞ്ചേഴ്സിന് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതില് പറയാന്ന് വെച്ചാല് ഞാന് കറക്റ്റ് കൺസിസ്റ്റന്റ് ചെയ്തിരുന്നു. പക്ഷെ 2-3 ദിവസമായിട്ട് എക്സസൈസിന്റെ കാര്യം ബാക്കിയുള്ളതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ കാരണം ഞാൻ തൽക്കാലം മാറ്റിയിട്ടുണ്ട്. ഇന്ന് മുതൽ ഡേ 1 ആയി ചെയ്യാണ്. ഇപ്പൊ നാളത്തെ സെമീറാത്ത പറഞ്ഞ ഒരു 6 കാര്യമാണ് പറഞ്ഞത് അല്ലെ? 6 കാര്യം. പക്ഷെ 6 നമുക്ക് 7 കാര്യമില്ലേ? 7 ഉണ്ടല്ലോ. ലാസ്റ്റത്തെ ആ സംഭവം കൂടി ചെയ്താൽ നമ്മളെ ടാസ്ക് കംപ്ലീറ്റ് ആവുക. അപ്പോ പല ആളുകൾക്കും നമ്മളെ ഇത് ചെക്ക് ചെയ്യുമ്പോ, സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്യുമ്പോൾ അതിൽ അപ്ലോഡ് ചെയ്ത് കാണാനില്ല. അപ്പൊ നമ്മൾ ചാലഞ്ച് ചെയ്യുമ്പോൾ അത് 7ാമത്തെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു ചാലഞ്ച് കംപ്ലീറ്റ് ആവുള്ളൂ. 6 ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതും കൂടെ എല്ലാവരും ഓർമ്മിക്കുന്നത് നല്ലതാവും. കാരണം വെച്ചാൽ നമ്മൾ ഫ്ലക്സ് 45 എന്ന് പറഞ്ഞൊരു സംഭവം 1 ഡേ കംപ്ലീറ്റ് ആവണമെങ്കിൽ 7 റൂൾ ഉണ്ട്. ആ 7 റൂൾ ചെയ്തെങ്കിൽ മാത്രമേ കംപ്ലീറ്റ് ആവുള്ളൂ. ഇപ്പൊ എനിക്കിപ്പോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇന്നലെ വർക്കൗട്ടിന് മാത്രം ഈ 3 ദിവസമായിട്ട് വർക്കൗട്ടിന് മാത്രമാണ് എനിക്ക് മിസ്. ബാക്കിയുള്ള എല്ലാ കാര്യം പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ, ഹെർബാലെ കുറിച്ച് സംസാരിക്കുക, ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ കൺസിസ്റ്റന്റ് ആയി ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞായറാഴ്ച ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞായറാഴ്ച അക്കാഡമി കഴിഞ്ഞ് വരുമ്പോഴും അക്കാഡമിയുടെ അന്നും ചെയ്തിട്ടുണ്ട്. അതൊന്നും മിസ്റ്റേക്ക് ഇല്ല. പക്ഷെ ഇതെന്ത് സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ ചെയ്യുമ്പോ കോൺഫിഡൻസ് ലെവൽ കൂടിയിട്ടുണ്ട്. നമ്മൾ വർക്കൗട്ട് ആക്ടിവിറ്റി മോഡ് നമുക്ക് ഒന്നുകൂടി ഇൻക്രീസ് ആയിട്ടുണ്ട്. ഗോൾ സെറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ക്ലബില് അത് നാജിയ പറഞ്ഞ മാതിരി ക്ലബില് രജിസ്റ്റർ ചെയ്യൽ ഒരാള് വന്നു പോകുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ ഏകദേശം 4-5 ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഇന്നും 2 ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു. രജിസ്റ്റർ ചെയ്യൽ വന്ന് പോണ സംഭവം നടക്കുന്നുണ്ട്. ആക്ടിവിറ്റി ചെയ്യുമ്പോ അതെന്നെ വലിയ കിട്ടില്ല. കാരണം ഇന്നല്ലെങ്കിൽ നാളെ അവരൊന്ന് കണക്ട് ആവും. അങ്ങനെ ഒരു ഗുണം ഉണ്ട് ഈ ഒരു കാര്യം ചെയ്യണേല്. എന്തായാലും ഫ്ലക്സ് 45 ലാസ്റ്റ് ഡേ ആകുമ്പോഴേക്കും നമ്മൾ ഓരോരുത്തരും ഞാൻ മാറ്റം വരുത്താൻ പറ്റും. കാരണം ഇപ്പൊ ഏകദേശം നമ്മൾ 15, 18, 20 ദിവസം 22 ദിവസം ആയി തോന്നുന്നു അല്ലേ? ഇത് 3 ദിവസമായി. പക്ഷെ അതില് ഞാന് 4-5 പ്രാവശ്യം സ്കിപ്പ് ചെയ്തു. ഇനി എന്റെ ലാസ്റ്റ് ആണത്. ഇനി സ്കിപ്പ് ചെയ്തു. 2 ദിവസം മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകും. എന്ത് വന്നാലും 45 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യും. ഉറപ്പായിട്ടും. ഇന്ന് ഇത് എന്റെ ലാസ്റ്റ് ചലഞ്ചാണ്. ഇത് ഞാൻ കംപ്ലീറ്റ് ആണ്. കാരണം ഞങ്ങൾ ഗോൾ സെറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഞാൻ മുതൽ. സൂപ്പർ. അപ്പൊ അതില് ഞാനിപ്പോ ഈ പറഞ്ഞ ടൈമിങ് ബുദ്ധിമുട്ടുണ്ടോ? 10:30 എന്ന് പറയുന്ന ടൈമിന് നമുക്ക് ഇടാൻ വീഡിയോ അപ്ലോഡ് ചെയ്യണതിൽ ബുദ്ധിമുട്ടുണ്ടോ? എങ്ങനെ പോകുന്ന ബുദ്ധിമുട്ടല്ല നമ്മൾ ചെയ്യുമ്പോ അത് ചെയ്യാം. കുഴപ്പമില്ല. പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും കാരണം സബ് കോർഡിനേറ്റേഴ്സിന് അതൊരു ടൈം ഡിലേ ആവണുണ്ട് എന്നുള്ള ഒരു ഇത് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു 10:30 ആ സമയത്തിന് മുമ്പായിട്ട് അപ്ലോഡ് ചെയ്യാൻ നോക്കുക.
ഓക്കെ. എനിക്ക് ഒരു റിക്വസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ നമ്മളെല്ലാവരും ഈ ഒരു ഇത് കംപ്ലീറ്റ് ആവണമെങ്കിൽ സോഷ്യൽ മീഡിയ വഴി നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ ടാസ്ക് കംപ്ലീറ്റ് ആവുള്ളൂ. അത് എല്ലാവരും അത് ശ്രദ്ധിക്കാം. അതെ, ഇത് ചെയ്യുന്ന കംപ്ലീറ്റ് ആവുള്ളൂ. ഇതെല്ലാവരും ചെയ്യുന്നുണ്ട്. വീഡിയോ ഫോട്ടോസ് ഒക്കെ എല്ലാവരുടെയും കാണുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ലാസ്റ്റ് ആവുമ്പോ വീഡിയോ ഇങ്ങോട്ട് അപ്ലോഡ് ചെയ്ത് വരാനാണ് ഒരുപാട് ഡിലേ വരുന്നത്. 11 മണി 11:30 വരെയൊക്കെ ഞാനും കോർഡിനേറ്റേഴ്സും ഇരുന്നിട്ടുണ്ട് ഇവരുടെ വീഡിയോ വെയിറ്റ് ചെയ്തിട്ട്. അപ്പൊ നമ്മൾ ഉറങ്ങാതിരിക്കണേണ്. ഇവര് വീഡിയോ ഇട്ടിട്ടില്ലല്ലോ, കാരണം അവർ ചെയ്ത കാര്യത്തിന് നമ്മൾ അറ്റൻഡൻസ് കൊടുക്കേണ്ടതല്ലേ, അതുകൊണ്ട് വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് പോലും വീഡിയോ വരുന്നത് ചിലപ്പോ 12 മണിക്കായിരിക്കും. അപ്പൊ നമ്മൾ അത്രയും നേരം വെയിറ്റ് ചെയ്തിരിക്കണല്ലേ, ആ ഒരു കാര്യമാണ് ഉള്ളത്. അപ്പൊ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്ത ആർക്കെങ്കിലും പറഞ്ഞോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോ നമ്മള് ഇതിൽ ടൈമിങ് വളരെ ഒരു പ്രശ്നമുള്ള കാര്യമാണ്. നമ്മൾ എന്തിനാ ഈ 10:30, 11, 12 എന്ന് പറഞ്ഞു പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ശരിക്കും ലാസ്റ്റ് ഒരു 8 മണിയാകുമ്പോഴേക്കന്നെ കംപ്ലീറ്റ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. കാരണം നമുക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ടൈമിങ്ങിന് നമ്മൾ കാര്യമായിട്ട് പ്രാധാന്യം കൊടുക്കണം. കാരണം വെച്ചാൽ നമ്മൾ രാവിലെ തൊട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ രാവിലെ തൊട്ട് ഈ പരിപാടിയാണ് ഫസ്റ്റ് ആയിട്ട് ഈ പ്രോഗ്രാം തീർത്തിട്ടേ ഞാൻ അടുത്ത പരിപാടിക്ക് നീങ്ങുള്ളൂ. ഇന്ന് തന്നെ ഞാൻ രാവിലെ എന്റെ വർക്കൗട്ട് കഴിഞ്ഞു. ഞാൻ 5 ആളായിട്ട് സംസാരിച്ചു, പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു, എന്റെ പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്തു, ഇതെല്ലാം കഴിഞ്ഞു. മനസ്സിലായി? ഇനി ഇത് സോഷ്യൽ മീഡിയയിൽ ഇടണം. അത്ര മാത്രമേ ചെറിയ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. പക്ഷെ നമ്മളത് വേണം വിചാരിച്ചിട്ട് ചെയ്യുമ്പോഴാണ് നമുക്കതിന്റെ റിസൾട്ട് വരിക. മനസ്സിലായോ? അതില്ലാത്തതാണ് ഈ 10:30 വരെയൊക്കെ വരുന്നത്. രാത്രി ഒരു 8 മണി വരെ 7 മണി വരെ നമ്മൾ ആക്ടിവിറ്റി തന്നെ ചെയ്യുന്നുള്ളൂ. അതിനുശേഷം ഈ 10:30 ആരാണ് ആക്ടിവിറ്റി ചെയ്യുന്നത്? പിന്നെ സിമ്പിൾ ആയിട്ട് 5 മിനിറ്റ് ചെയ്യാവുന്ന കാര്യം ഈ 11 മണി വരെ വെയിറ്റ് ചെയ്യണോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അല്ല, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, കോർഡിനേറ്റർമാരെല്ലാരും അതിന് ഓക്കെ ആണെന്ന് വെച്ചാൽ ഓക്കെ. പക്ഷെ ഞാനത് പറയുന്നത് എന്താ വെച്ചാൽ, നമുക്ക് ഉറക്കത്തെ ഒരു കാര്യം പറയണം. ഉറക്കം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് ഇപ്പോ നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ചർച്ച ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഉറക്കം. ഈ ഉറക്കം എന്ന് പറയുന്നത് നമ്മൾ 10 മണി നമ്മളിങ്ങനെ കടന്നുറങ്ങിയിരിക്കണം എന്നാ പറയുന്നത്. എല്ലാം നമ്മളെ സിസ്റ്റം കംപ്ലീറ്റ് പറയുന്ന അതാണ്. മനസ്സിലായി? എന്നിട്ട് നമ്മൾ ഈ 11 മണി 12 മണി വരെ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉറങ്ങി രാവിലെ നമുക്ക് വർക്ക് ചെയ്യണ്ട. കറക്റ്റ് ആയിട്ട് ഉറങ്ങി കഴിഞ്ഞെങ്കിൽ നമുക്ക് രാവിലെ വർക്ക് ചെയ്യാൻ നല്ല ഹാപ്പി, നല്ല ഉന്മേഷം ഉണ്ടാവും. ഞാൻ രാവിലെ 4 മണിക്ക് എണീക്കുന്ന ആളാ. രാവിലെ 4 മണിക്ക് എണീച്ച് എനിക്ക് നല്ല ഉന്മേഷം, നല്ല വർക്കും ഉണ്ട്. കാരണം രാത്രി നല്ല ഉറക്കം കിട്ടുന്നുണ്ട്, ഞാൻ കറക്റ്റായിട്ട് ഉറങ്ങുന്നുണ്ട്. അതുകൊണ്ട് ആ ഉറക്കണം. ഇത് 12 മണിക്ക് വരെ ഒരു കോർഡിനേറ്ററോ അതിന്റെ ലീഡറോ ആരോ ആയിക്കോട്ടെ, അവരും നമ്മളെ കൂടെ നമ്മളെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അവർക്കൊന്ന് ഫ്രീ ആവാൻ ഒരു 10 മണിയാകുമ്പോഴേക്കാണ് നമുക്ക് ഈ പ്രോഗ്രാം തീർത്തൂടെ. 8 മണിയാണ് ഞാൻ പറയുന്നത്. എന്നാലും ഞാൻ 10:30, 11 എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 10 മണി വരെ ഞാൻ ഓക്കെ. അതുവരെ ഇപ്പൊ രവേടം പറഞ്ഞ കാര്യത്തില് ശരിക്കും പറഞ്ഞാൽ 8 മണിക്ക് നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താന്ന് വെച്ചാൽ ഒരു 7 മണി ചിലപ്പോ വൈകിട്ട് വർക്കൗട്ട് ചെയ്യണവരുണ്ടാവും, 7, 7:30 ജിമ്മിലൊക്കെ പോകുന്നവരുണ്ടാവും. എന്നാലും ഒരു 8 മണിയൊക്കെ ആവുമ്പോൾ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും നാളത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ ഞാനൊരു 8 മണിയാകുമ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ചെയ്യണുണ്ടെങ്കിൽ കട്ടാവണതല്ല, കട്ടായിട്ട് ചെയ്യുമ്പോഴാണെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷെ ഈ 10 മണി വരെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവണം. എന്റെ പ്രോഗ്രാം ഇപ്പൊ ഇതുവരെയും ചെയ്തതെന്ന് പറഞ്ഞാൽ 6 മണിയായപ്പോഴേക്കും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ദിവസവും. ഇപ്പൊ ഇതിന്റെ മുന്നേ ഇപ്പൊ ഞായറാഴ്ച നമ്മൾ അക്കാദമി ഉണ്ടായിരുന്നു. അന്ന് മാത്രമാണ് കുറച്ച് ലേറ്റ് ആയത്. അന്ന് ഞാൻ 6 മണിയായപ്പോഴേക്കും ഞാൻ എന്റെ എല്ലാം ചെയ്തിട്ട് ഞാൻ വീഡിയോ വിട്ടിരുന്നു. നാജിയക്ക് ഞാൻ വിട്ടുകൊടുത്തിരുന്നു. കാരണം വെച്ചാൽ അത്ര എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പോരുമ്പോഴാണ് ആക്ടിവിറ്റി ചെയ്തത്. എനിക്ക് വർക്ക് ചെയ്യണം. അപ്പൊ ഞാൻ വഴിക്കുന്ന നിർത്തി പലരും സംസാരിച്ചു. ആ കാര്യം മാത്രമേ ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ അപ്പൊ ചെയ്തു. ബാക്കിയുള്ളതൊക്കെ ഞാൻ രാവിലെ ചെയ്തു വെച്ചിരുന്നു. അപ്പൊ ഞാൻ അത് എല്ലാം ചെയ്തു. പിന്നെ എഡ്യൂക്കേഷൻ നമുക്ക് അവിടുന്ന് കിട്ടി. അപ്പൊ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളെ മൈൻഡിൽ വേണം ഇന്നത് ഞാൻ ചെയ്യണം. ആ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ഇന്നലെ രാത്രി രാജ് സാറിന്റെ ക്ലാസ്സിലും അതന്നെയാണ് പറഞ്ഞത്. നമ്മൾ ടൈമിങ് വേണം. അപ്പൊ ഇതിന്റെ നമ്മൾ ഒരു സൂമിൽ കയറുമ്പോ 10 മണി എന്ന് പറഞ്ഞാൽ 10 മണിക്ക് കയറിയിരിക്കണം. അല്ല 10:05 നിൽക്കരുത്, അതിന്റെ മുന്നേ കയറണം. എല്ലാവരും ടൈമിങ്ങിനെയും ഇതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആ വഴിക്ക് വരുമ്പോൾ അതിന്റെ റിസൾട്ട് വരും. ഇപ്പൊ ഞാൻ ഇത് കറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. ഞാൻ ഷർട്ട് ഇട്ടിരുന്ന ആളിപ്പോ ടീഷർട്ട് ഇടുന്നത്. മറ്റേ ടീഷർട്ട് ഇടാൻ എനിക്ക് മടിയായിരുന്നു, കാരണം മസിൽ കൂടിയിരുന്നു. അതുകൊണ്ട് കേട്ടോ, ചില ഭാഗത്താണെന്ന് മാത്രം. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിരുന്നു. അപ്പൊ ഞാൻ ഇപ്പൊ ടീഷർട്ട് ഇടുന്നുണ്ട്. ഇപ്പൊ ഞാൻ സ്ഥിരമായിട്ട് ടീഷർട്ട് ഇടുന്നത്. അപ്പൊ അത് ഇടുമ്പോ എനിക്ക് നല്ല കോൺഫിഡന്റ് ഉണ്ട്, നല്ല മാറ്റങ്ങളുണ്ട്. പിന്നെ ക്ലബിൽ പുതിയ കസ്റ്റമർ വരുന്നുണ്ട്.
മനസ്സിലായി? എല്ലാ ഈ ദിവസവും പുതിയ പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങിയിട്ട് ചേട്ടന് എന്താണ് മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? ഏത് ഈ പ്രോഗ്രാം ഈ വന്നതിന് ഫ്ലെക്സ് ശേഷം 45 ഞാൻ ദിവസം വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ തന്നെ എന്റെ ബോഡി ഓക്കെ ആയി. അതന്നല്ലേ മെയിൻ വേണ്ടത്. പിന്നെന്താ വെച്ചാൽ ഞാൻ കൂടുതലായിട്ട് ഡെയിലി ഞാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കസ്റ്റമർ വരുന്നുണ്ട്. അതന്നെ മെയിൻ. നമ്മൾ കസ്റ്റമർ മെയിൻ ഇതാവുന്നത്. എനിക്ക് ഓളിയം വരുന്നുണ്ട് എന്റെ ഇതില്. അപ്പൊ അതെല്ലാം കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അത് നമ്മളെ ഉള്ളിൽ നിന്ന് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ 8 മണിക്ക് തീർക്കാവുന്നുള്ളൂ. എന്തിനെ 10, 11 പറഞ്ഞ് പോണത് എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ്. എല്ലാവരും എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പലർക്കും പല ബുദ്ധിമുട്ടായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം കാര്യം എന്താണ്, എന്റെ വർക്ക് ഫസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അതിനുശേഷം ഞാൻ മറ്റെല്ലാ കാര്യം ചെയ്യാറുള്ളൂ. അത് ചെറുപ്പം മുതലുള്ള ശീലം പലരും പല ഇതിലാണ്. അപ്പൊ അതിനനുസരിച്ച് അങ്ങനെ മുന്നേക്ക് പോകും. ഒരു സംശയം, ഒളി ഇടുന്ന ദിവസം എന്നാണോ ചോദിക്കാം? തിങ്കളാഴ്ച. തിങ്കളാഴ്ച 7-ാം തീയതി അല്ല നമുക്ക് തലേ ദിവസം ട്യൂസ്ഡേ മീറ്റിംഗ് ഉള്ളതുകൊണ്ട് മൺഡേ ഓളിയം വേണം. 7-ാം തീയതി. ഞാൻ ചോദിച്ചു അറിയാൻ വേണ്ടി ചോദിച്ചാണ്. ഓക്കെ, ശരി. അപ്പൊ ഇനി അടുത്തത് ആരാണ്? ആരൊക്കെങ്കിലും ബുദ്ധിമുട്ടുള്ളവരൊന്ന് പറയേ, എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ളതൊന്ന് പറയേ. അൻസിത, ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ രഘുവേട്ടൻ പറഞ്ഞ പോലെ ഇന്ന് എല്ലാവരും ഒന്ന് നേരത്തെ അയക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. അങ്ങനെ ഒരു 2-3 ദിവസം അവർ അങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ടൈം നമുക്ക് ഒന്നുകൊണ്ട് കുറച്ച് കൊണ്ടുവരാം. അപ്പൊ എല്ലാവരും ഒന്ന് ഒരു ടൈമിങ്ങിന് അയക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ശ്രമിക്കുക. ഇനി ആരെങ്കിലും ബുദ്ധിമുട്ട്, എന്തെങ്കിലും വല്ലാതെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊന്ന് പറയേ. ഷാനു ചേച്ചി സംസാരിക്കുന്നുണ്ട്, കേൾക്കുന്നില്ല. ഹെഡ്സെറ്റ് ഇല്ല, കേൾക്കുന്നില്ല. ഹെഡ്സെറ്റ് മാറ്റിയിട്ട് സംസാരിക്കേ. കോർഡിനേറ്റേഴ്സ് ആരെങ്കിലും സംസാരിക്കണ്ട? ഹലോ, ഇല്ല, കോർഡിനേറ്റേഴ്സിൽ സൗമ്യ ഇല്ല. ഓക്കെ, സൗമ്യന്റെ കൂടുതലുള്ള ആൾക്കാർക്ക്, സൗമ്യന്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സംസാരിക്കാം. സൗമ്യക്ക് റെപ്രസെന്റ് അവർക്ക് സംസാരിക്കാം. 10 മിനിറ്റ് കൂടെ ഉള്ളൂ. സൗമ്യ ചേച്ചി പറഞ്ഞു. സൗമ്യ ഡ്യൂട്ടിയിലാണ് കേട്ടാ. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഫോൺ എന്റെ ഡിസ്പ്ലേ പോയിരുന്നു. അപ്പൊ മോന്റെ ഫോണിലേക്ക് ഇട്ടിട്ടൊക്കെ വേണം ചെയ്യാൻ. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുള്ളോ കേട്ടാ. മോൻ വർക്കിന് പോവാ. അവനെ 5 മണി തൊട്ട് 12 മണി വരെ ഡ്യൂട്ടി. അപ്പൊ 5 മണി തൊട്ട് 12 മണി വരെ ആകുമ്പോ ഞാൻ അയച്ചു കൊടുത്തിട്ട് വേണം അവന്റെ ഡ്യൂട്ടിയുടെ ഇടയിൽ കൂടെ വേണം അവന് ചെയ്യാൻ. അവനൊരു ഇതില് പോകണ്ട ഇപ്പോളേ. അതുകൊണ്ടാ, അതാണ് ഇത്തിരി നേരം വൈകണേന്റെ കാരണം കേട്ടാ. ഇനി ഞാൻ ശരിയാക്കാം. ഓക്കെ, ശരി. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. 3-4 ദിവസമായിട്ട് ഫാറ്റ് ക്യാമ്പ് ഇല്ലാത്തതുകൊണ്ട് ആക്ടിവിറ്റി ചെയ്തിട്ടാണ് ഇപ്പോ ഫോട്ടോസ് അയക്കുന്നത്. അപ്പോ ആക്ടിവിറ്റിയിലൂടെയാണ് ഇപ്പൊ ഈ ഇൻഫർമേഷനൊക്കെ കൊടുക്കണത്, നമ്മുടെ ഫുഡ് ഇൻഫർമേഷനും ബിസിനസിന്റെ ഒക്കെ. അപ്പൊ അതൊക്കെ ഒരുമിച്ചാണ് ഞാൻ ഫോട്ടോസ് അയക്കുന്നത്. അപ്പൊ അത് ഇല്ല, ഞാൻ കണ്ടായിരുന്നു അത്. എങ്ങനെയുണ്ട് ഇപ്പൊ ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട്? എങ്ങനെയുണ്ട് റിസൾട്ട്? എക്സസൈസ് ഒന്നും ചെയ്യാത്ത ഞാൻ ഇപ്പൊ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നത്. എന്തൊക്കെയോ ചെയ്യുന്നുണ്ടല്ലോ. വിജയ്ക്ക് 45 ദിവസം ആകുമ്പോ അടിപൊളിയായിട്ട് കുറെ കസ്റ്റമേഴ്സ് ഉണ്ടാവും ക്ലബില്. ഒരുപാട് കൊടുക്കാൻ പറ്റും. വെച്ച് കൊടുത്ത് അവരോട് പറയുമ്പോ അവര് വാങ്ങണം എന്നുണ്ട്. എല്ലാരും ഈ പൈസയുടെ ബുദ്ധിമുട്ടും കാര്യം, എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ വരാൻ ചെയ്യാൻ നോക്കാന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും 45 ദിവസം ആകുമ്പോഴത്തേക്കും വരുന്നു പ്രതീക്ഷിക്കുന്നു. വരും, എന്തായാലും വരും. 45 ദിവസം ആകുമ്പോ അവരല്ലെങ്കിൽ വേറെ ആള് വരും ഉറപ്പായിട്ടും. താങ്ക് യു മാഡം. അപ്പൊ
ഓക്കെ. ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, വീഡിയോന്റെ കാര്യം, ടൈമിന്റെ കാര്യം. അപ്പൊ ഇനി എല്ലാവരും ടൈം ഒന്ന് ശ്രദ്ധിക്കാന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ അജയ പറഞ്ഞ പോലെ ഇന്നൊരു 8 മണിക്ക് ഇടണം എന്ന് ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇടാൻ പറ്റും. അപ്പൊ ആ ഒരു കാര്യം ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് പറയണേ. പിന്നെ വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റാത്തവർക്ക് കൊളാജ് ചെയ്ത് ഇടാന്ന് പറഞ്ഞായിരുന്നു. അതും ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. ആ രീതിയിലും ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അറ്റൻഡൻസ് ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താന്ന് വെച്ചാല് വീക്കിലി ചലഞ്ചറിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്ക് അതിൽ സെലക്ട് ചെയ്യേണ്ട ആൾക്കാരാണ്. അപ്പൊ നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് ലാസ്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും ഈ ഒരു അറ്റൻഡൻസിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ. അപ്പൊ നിങ്ങൾ തന്നെ വിചാരിക്കുക, ഒരു 8 മണി, ഞാൻ 8 മണിയാവുമ്പോ എന്തായാലും എന്റെ വീഡിയോ ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് ഒന്ന് മുമ്പോട്ട് പോകുവാണെങ്കിൽ ഇന്ന് എന്തായാലും 8 മണിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ വേറെ എല്ലാവരും ചെയ്യുന്നുണ്ട്. ആർക്കും ബുദ്ധിമുട്ടുകളൊന്നുമില്ല, ചെയ്യാൻ ആർക്കും മടിയൊന്നുമില്ല. ഇപ്പൊ കട്ടായാൽ പോലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആരും പറയേണ്ട ആവശ്യമില്ല, കട്ടായാൽ പോലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് തന്നെ വലിയൊരു നല്ല കാര്യമാണ്. സാധാരണ ആൾക്കാർ കട്ടായി കഴിഞ്ഞാൽ ഒരു മടി ഉണ്ടാവും, അയ്യോ എന്നാ ഇനി വേണ്ട, ഇനി ഞാൻ ചെയ്യുന്നില്ല, എനിക്ക് മടുത്ത് എന്നുള്ള ഫീൽ ഉണ്ടാവും. പക്ഷെ ഈ ഗ്രൂപ്പിൽ ആർക്കും അങ്ങനത്തെ ഒരു ഫീല് വന്നിട്ടില്ല. കട്ടായാൽ പോലും അവര് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത്, ഇപ്പൊ ഞാൻ പറയേണ്ട ആവശ്യമില്ല, വേറെ ആരും പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാൻ തന്നെ എത്ര പ്രാവശ്യം കട്ടായിട്ടുണ്ട്. അത് എനിക്ക് ഒരു കാര്യമൊക്കെ ചെയ്യാത്തതിൽ ഞാൻ കട്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ പിറ്റേ ദിവസം ഞാൻ തന്നെ തുടങ്ങും. അതേപോലെ എല്ലാവരും തുടങ്ങുന്നുണ്ട്, ആരോടും നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അത് തന്നെ ഏറ്റവും നല്ലൊരു ടീമിൽ നിങ്ങൾ ഓക്കെ ആണ് ഇതില് എന്നുള്ളതിന്റെ സൈനാണത്. അപ്പൊ ഇനി കണ്ടിന്യൂസ് ചെയ്ത് നമ്മൾ 45 ഡേയ്സ് എന്തായാലും കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഈ ഒരു 2-3 കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ബാക്കി എന്തായാലും നമുക്ക് അടിപൊളിയായിട്ട് 45 ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, ഉറപ്പാണ്. ഇനി അനീഷിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, താങ്ക് യു വെരി മച്ച് ഈ പ്രിവിലേജ് തന്നതിൽ. ഇനി നമ്മളെ കൂട്ടത്തില് ആരെങ്കിലും ഇനി സംസാരിക്കാനുണ്ടോ? ഹസീന താത്ത, ഗസ്ന, പിന്നെ കൈസ്, ബാക്കിയുള്ളവരൊക്കെ സംസാരിച്ചു അഭിപ്രായം പറഞ്ഞു. ഓക്കെ, അപ്പോ ഇനി സമയമില്ല. ഓക്കെ, ഇനി എന്തായാലും ഫീഡ്ബാക്ക് പറയേണ്ട സമയം ഫീഡ്ബാക്ക് പറഞ്ഞാൽ മതി. ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഹായ് പറഞ്ഞേ. ഹസീനാത്ത, ബാക്കിയുള്ളവരൊക്കെ സംസാരിച്ചു. ഗസ്ന, കൈസ്, ഓക്കെ, വെരി ഗുഡ്. ഇനി ഫീഡ്ബാക്ക് പറഞ്ഞാൽ മതി. നമ്മളെ കൂട്ടത്തിലുള്ള എല്ലാവരും പരസ്പര സഹായികളാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അഭിപ്രായം പറയണം, എല്ലാവരും സംസാരിക്കണം, അല്ലാതിരിക്കരുത്. അൻസിത, ഹസീനാക്ക് എന്തോ റേഞ്ച് ഇഷ്യൂ ഉണ്ട് തോന്നുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഈ പറഞ്ഞതനുസരിച്ച് ഞാൻ കുറച്ച് കാര്യം 2-3 മിനിറ്റിനുള്ളിൽ ഞാൻ പറയുന്നത്, നമ്മള് ആർക്കും ബുദ്ധിമുട്ടാവരുത്. നമ്മൾ ആരുടെയും പണിക്കാരല്ല. നമ്മള് ഇവിടെ ഒരു ടീമായിട്ടാണ് ചെയ്യുന്നത്. ഒരു ഓർമ്മപ്പെടുത്തുന്ന ആള് മാത്രമാണ്. ഇപ്പൊ രഘുവേട്ടൻ പറഞ്ഞത് അടിവര ഇടുക. കാരണം ഇത് നമ്മളെ ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുക്കുക. ഈ നാജി പറഞ്ഞ പോലെ 8 മണി എന്ന് പറഞ്ഞ 8 മണിക്കൊന്ന് ശ്രമിച്ചു നോക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു ടൈം നമ്മൾ നിശ്ചയിക്കുക. അതിന് നമ്മളെ ഓരോ ദിവസത്തിൽ എത്ര പ്രാധാന്യപ്പെടുന്നു ഹെർബാലൈഫിന് വേണ്ടിയിട്ട്, ഹെർബാലൈഫിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നുള്ളത് നമ്മൾ തന്നെയാണ് കൃത്യപ്പെടുത്തേണ്ടത്. അപ്പോൾ ഒരു ദിവസത്തിൽ എന്തൊക്കെ നമ്മൾ ഹെർബാലൈഫിന് വേണ്ടി ചെയ്യുന്നു, അതർ ആക്ടിവിറ്റിക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളത് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും എത്ര നമ്മൾ ഹെർബാലൈഫിന് വേണ്ടി ചെയ്യേണ്ടത്. ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യണം എന്നുള്ളത് നോക്കി വെച്ച് കഴിഞ്ഞാൽ പ്രയോറിറ്റി കിട്ടും. നിങ്ങൾ തന്നെ അന്തം വിടും. ഡെയിലി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, ചെയ്യാൻ പോകേണ്ട കാര്യങ്ങൾ തമ്മിലൊന്ന് വെറുതെ താരതമ്യം ചെയ്താൽ മനസ്സിലാവും എത്രത്തോളം നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മളെ കുറിച്ച് നമുക്ക് വിലയിരുത്താൻ നമ്മൾ തന്നെയാണ് ഏറ്റവും വലിയ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റുന്ന ഡോക്ടർ. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ഒരു പരിപാടി നമുക്ക് പ്രൊമോട്ട് ചെയ്യണം. പ്രൊമോട്ട് ചെയ്യാൻ മീൻസ് ഇത് ഡ്യൂപ്ലിക്കേഷൻ നടക്കണം. ഡ്യൂപ്ലിക്കേഷൻ നടന്നാലാണ് വരുന്ന ഒരു ടീം, നമ്മളെ കൂടെയുള്ള ആൾക്കാർ ഒക്കെ ഇത് ചെയ്യുള്ളൂ. അതിന് എന്ത് ചെയ്യണം? ഈ കോർഡിനേറ്റർ ആവട്ടെ, അസിസ്റ്റന്റ് കോർഡിനേറ്റർ ആവട്ടെ, ചലഞ്ചർ ആവട്ടെ, എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. നിങ്ങളുടെ ടൈമിങ് പ്രധാനമാണ്. നിങ്ങൾ അയക്കുന്ന വീഡിയോ പ്രധാനമാണ്. നമുക്ക് എല്ലാവർക്കും സ്റ്റാറ്റസ് വെക്കുക. ഉദാഹരണം, ഓരോരുത്തരും ഇടുന്ന അഭിപ്രായങ്ങൾ, ഓരോരുത്തരും ഇടുന്ന വീഡിയോസ്, നമ്മളെല്ലാവരും സ്റ്റാറ്റസ് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കുന്നത് എന്താണ് +45, എത്ര ഗ്രൂപ്പുകളിൽ നിന്ന് ചോദ്യം വരുന്നു. മറ്റുള്ളവരൊക്കെ വെറും ഇങ്ങനെ കൈ ഇങ്ങനെ കാട്ടിയിട്ടുള്ളൂ, പക്ഷെ അവര് ആക്ഷൻ മോഡിലേക്ക് എത്തിയിട്ടില്ല. രാജ്കുമാർ സാറിന്റെ സിസ്റ്റത്തിൽ നമ്മളല്ലാതെ വേറൊരാൾ ചെയ്യുന്നില്ല. ഇത് യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മൾ അത്രയും പവർഫുൾ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. ഇന്നലെ അൻസിത ഒരു ഇൻസ്റ്റാഗ്രാം പേജ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളെ കോർഡിനേറ്റർ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. ബിന്ദു മാഡത്തിന്റെ
ഒരു 15K ആണ്, പ്രസിഡന്റ് ടീം 15K ആണ്. അവരാണ് ഇത്രയും ആക്റ്റീവായിട്ട് ഫ്ലെക്സ് സ്പോട്ടിഫൈ ചെയ്യണം. മാത്രമല്ല അവരെ കൂടെ ചെയ്യുന്ന ആൾക്കാരെ മുഴുവൻ അവർ സ്റ്റാറ്റസ് വെക്കുന്നു. ഈ സ്റ്റാറ്റസ് വെക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് കാണൂലേ, കാണുന്ന സമയത്ത് ആൾക്കാർ ചോദിക്കൂലേ, അത് ആക്ഷൻ മോഡിലേക്ക് എത്തൂലേ, അത് ക്ലോസിംഗിലേക്ക് എളുപ്പമാവൂലേ? ഇത് അവര് ചെയ്യുന്നുണ്ട്, നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? ചെയ്യാം. ഇന്ന് മീറ്റിംഗിൽ ഇപ്പൊ നമ്മളെ കോർഡിനേറ്റർമാര് എല്ലാവരും കയറിയിട്ടുണ്ട്. അസിസ്റ്റന്റ് കോർഡിനേറ്റർ നമ്മളെ മെമ്പേഴ്സ് ആരെങ്കിലും കയറിയിട്ടില്ല, അൻസിത പേഴ്സണലി അവർക്ക് വിളിച്ച് ചോദിക്കണം ആരൊക്കെയാണ്, എന്താണ് നിങ്ങളെ വിഷയങ്ങള്, നിങ്ങളെ ആക്ഷൻ എന്താണ്, നിങ്ങൾക്ക് ഇതിൽ കണ്ടിന്യൂ ചെയ്യാൻ നിർബന്ധമുണ്ടോ? ഓൾറെഡി നമ്മളെ പാനലിസ്റ്റിലുള്ള ടീമില്ലേ, അവരതിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി നമുക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം. ആരാണോ റെഡി ആയിട്ടുള്ളത് അവരെ നമുക്ക് കൂട്ടത്തിൽ കൂട്ടാം. റെഡി അല്ലാത്ത ആൾക്കാരെ നമുക്ക് ഒഴിവാക്കുന്ന ഒരു തടസ്സവും ഇല്ല. കാരണം ഇത് റെഡി പീപ്പിളാണ്, ഏത് സമയത്തും എന്തിനു വിളിച്ചാൽ വരുന്ന ആൾക്കാരാണ്. അതൊക്കെ എനിക്ക് പറയാനുള്ളൂ. എനിവേ ഇനി സർക്കാരിന്റെ സെഷൻ ഉണ്ട് നമുക്ക് 11 മണിക്ക്. ഓവർ ടു അൻസിത. എനിവേ താങ്ക് യു വെരി മച്ച്. നല്ലൊരു ടീം വർക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ റിസൾട്ട് നമുക്ക് എന്തായാലും ജീവിതത്തിൽ വരും. വിഷ് ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, ഇപ്പൊ അനീഷ് പറഞ്ഞ പോലെ തന്നെ ഞാൻ ആ മാഡത്തിന്റെ സ്റ്റോറി കണ്ടപ്പോഴേ നമുക്ക് കൊതിയായി പോകും. അവർ ആ സ്റ്റോറി ഇട്ടിരിക്കണത് കാണുമ്പോ ഒരു പ്രസിഡന്റ് ടീമാണ് അങ്ങനെ ചെയ്തിരിക്കണേ. അപ്പൊ നമുക്ക് അത് കാണുമ്പോ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നും. ശരിക്കും ഒരു 8 മണിയാവുമ്പോ നിങ്ങൾ ഇതേപോലെ ഈ ഒരു സംഭവം ഇടുവാണെങ്കിലേ നമ്മളെല്ലാരും സ്റ്റാറ്റസ് വെക്കാം. സൂപ്പർ ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. എല്ലാവരും സ്റ്റാറ്റസ് വെക്കാം, എല്ലാവരുടേതും നമുക്ക് സ്റ്റാറ്റസ് വെക്കാൻ പറ്റും. അപ്പൊ കാണുമ്പോ എല്ലാവരും ഇവരുടെ ടീമിൽ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലേ എന്നുള്ള ഒരു ഫീലിംഗ് വരും. അത് നമുക്കത് ചെയ്ത് നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ 10-10:30 ആവുമ്പോ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിറ്റേ ദിവസം ആവുമ്പോ അത് കഴിഞ്ഞു, പിന്നെ നമ്മൾ പിറ്റേ ദിവസത്തിലോട്ട് എത്തി. അതുകൊണ്ടാണ് അതൊന്നും ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ ടൈമിംഗ് ഒന്ന് എല്ലാവരും 8 മണി എന്നുള്ളത് ഒന്ന് മാക്സിമം ഇന്ന് 8 മണിക്ക് ഇടും എന്നൊന്ന് വിചാരിച്ച് നോക്കിയേ ഇടാൻ പറ്റും. അപ്പോ ബാക്കി ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ പിന്നെ എല്ലാവരും കണ്ടിന്യൂ ചെയ്യും എന്നാണ് പറയണത്. എന്തായാലും ഓക്കെയാണ്, സൂപ്പർ ആയിട്ട് അടിപൊളിയായിട്ട് പോട്ടെ. 45 ദിവസം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം, എന്ത് കാര്യത്തിനും കൂടെ ഉണ്ടാവും. ഓക്കെ, എല്ലാവരും അപ്പൊ അടിപൊളിയായിട്ട് ചെയ്യാം.